ഹലോ എവ്രി വൺ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു സ്റ്റേക്കേഷന് പോവാട്ടോ. സാറ്റർഡേ ഉച്ചക്ക് ഇറങ്ങിയിട്ട് സൺഡേ ഒരു ഉച്ചയാകുമ്പോൾ അല്ലെ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുന്നല്ലോ. സോ 1 day സ്റ്റേക്കേഷൻ. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങിയിട്ടോ. നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ ഡിസ്റ്റൻസ് ഈ ഒരു പോകുന്ന സ്റ്റേക്കേഷൻ. ചെറിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് റെസ്റ്റിങ്ങോ അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ശരിക്കും സ്റ്റേക്കേഷൻ കുറച്ച് അടുത്തൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് അത്രയും നല്ല എളുപ്പമാണ്, സ്പെഷ്യലി നമ്മൾ കുട്ടികളുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്. ശരിക്കും അവിടെ നമുക്ക് അന്നത്തെ ദിവസത്തെ ലഞ്ച്, പിന്നെ ഡിന്നർ, പിന്നെ അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു 12 o'clock ചെക്ക് ഔട്ട് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ലേറ്റായി, 3:45 അവിടെ എത്താൻ. സോ നമുക്ക് ഓൾറെഡി ലഞ്ച് അവിടെ പറഞ്ഞു വെച്ചതുകൊണ്ട് അവരവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആദ്യം ഇറങ്ങിക്കഴിഞ്ഞ് ഓടിയത് തന്നെ നമ്മൾ ലഞ്ച് കഴിക്കാനാണ്. അത് കഴിഞ്ഞിട്ടാട്ടോ റൂമിലൊക്കെ പോയി ചെക്ക് ഇൻ ചെയ്തത്. നമ്മൾ ലഞ്ച് കഴിച്ച് ഇറങ്ങിയപ്പം തന്നെ നമുക്ക് സൈഡിൽ ഇങ്ങനെ റെയിൻ ഡാൻസും പിന്നെ കുറേ പേര് പൂളിൽ കളിക്കുന്നതും അങ്ങനെ കുറേയൊക്കെ കാണാമായിരുന്നു. അപ്പം നമ്മൾ വേഗം ടൈം വേസ്റ്റ് ചെയ്യാതെ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ വിചാരിച്ചു ആദ്യം നമുക്ക് ഗെയിമിങ്ങിൽ കയറാമെന്ന്. സോ റൂമൊക്കെ എടുത്ത് റൂമിൽ നമ്മൾ ലഗേജൊക്കെ വെച്ച് ഞാനിതൊരു റൂം ടൂർ നടത്താൻ നോക്കിയതാണ്. പക്ഷേ എങ്കിലും ഒരു ചെറിയ റൂമായിരുന്നു, സ്പെഷ്യലായിട്ടൊന്നും കാണിക്കാനില്ലായിരുന്നു. ജസ്റ്റ് ഒരു ബെഡും TV ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബാത്റൂം, പിന്നെ ഒരു വാർഡ്രോബ്, അങ്ങനെയൊക്കെ ആയിരുന്നു. മെയിൻലി നമ്മൾ കിടക്കാൻ മാത്രമാണ് റൂമിൽ വരിക. നമ്മൾ വിചാരിച്ചു ആദ്യം തന്നെ പൂളിലൊക്കെ ഇറങ്ങി റിലാക്സ് ചെയ്യുന്നതിൻ്റെ പകരം നമുക്ക് ആദ്യം ഒന്ന് ഈ റിസോർട്ടൊന്ന് ചുറ്റി കാണാമെന്ന്. അങ്ങനെ ചുറ്റി കാണുന്ന സമയത്താണ് നമ്മൾ ഈ ഗെയിമിംഗ് സോൺ കണ്ടത്. ഇവിടെ പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. അപ്പം നമ്മൾ അവിടെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ പല പൈപ്പിലേക്കൂടെ നടക്കുക, വയറിലേക്കൂടെ നടക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ, ടയറിലേക്കൂടെ നടക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അധികം അഹങ്കരിക്കണ്ടെന്ന്. അപ്പം ഞാൻ ഒന്ന് ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മൾ ശരിക്കും മടുക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് തുഴഞ്ഞ് ഞാൻ അങ്ങേ ഭാഗത്ത് എത്തി. നമുക്ക് സേഫ്റ്റി ബെൽറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും വീഴില്ല, പക്ഷെ എന്നാലും നാണം കെടാതെ അപ്പുറത്തെ സൈഡിലോട്ട് എത്തണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളി ആ ഒരു കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പോയി, നമുക്ക് ടീ ടൈമായിരുന്നു. ടീ ആൻഡ് സ്നാക്സ് അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ടീ ഒക്കെ കുടിച്ച് നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി കളിച്ചു. അതൊന്നും ഞാൻ വിഷ്വൽസ് എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് രാത്രി ഒരു 1/2 hour 1 മണിക്കൂർ ആറ്റം DJ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, പക്ഷെ എന്നാലും പോയി കുറച്ച് DJക്കൊക്കെ ഇരുന്ന് ഡാൻസ് കളിച്ചു. അങ്ങനെ അത് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. അത് നമ്മൾ വലിയൊരു ഫ്രണ്ട്സ് ഗ്യാങ്ങിലൂടെ പോയതുകൊണ്ട് തന്നെ ആർക്കും ഉറക്കില്ലായിരുന്നു രാത്രി. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ദംഷറാദൊക്കെ ഇരുന്ന് കളിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അവിടെ കുറേ ലോൺ പോലത്തെ കുറേ വലിയ സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് രാത്രി മൊത്തം കളിക്കായിരുന്നു. മൊത്തം നല്ല ഒരു 11:30 വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഉറങ്ങാൻ പോയി. നെക്സ്റ്റ് ഡേ നമുക്കൊരു 12 o'clock വരെയായിരുന്നു സമയം. ആ സമയത്തിനുള്ളിൽ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ പാർക്ക് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പം അവിടെ പാർക്കിൽ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. നമ്മളവിടെ പൈസ കൊടുത്ത് ചെയ്തത് ഇവരിവിടെ ഫ്രീ ആയിട്ട് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ കുട്ടൂസിനെ അതിലൊക്കെ കയറ്റി കുറച്ച് ധൈര്യം വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാത്തിലും കയറ്റിയിട്ട് അവൾ നല്ലോണം എൻജോയ് ചെയ്തു. അവൾക്ക് ഇന്നലെ പൂളിലും അവിടെയൊക്കെ കളിക്കുമ്പോഴത്തേക്ക് ടൈം പോയതുകൊണ്ട് നമുക്ക് പാർക്കിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് തിങ് പാർക്കിൽ വന്നിട്ട് ഇവരെ ഒന്ന് കളിപ്പിക്കാനായിരുന്നു. അങ്ങനെ ആ പകുതി സമയം പാർക്കിൽ തന്നെ പോയി. അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ വിചാരിച്ചു ഒന്നും കൂടി പൂളിൽ ഇറങ്ങാമെന്ന്. അപ്പം ഞാനും വാവിയും നവീനും ഒക്കെ കൂടി പിന്നെ നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും കൂടി പൂളിലിറങ്ങി. എന്തായാലും പോകാനുള്ള ടൈമായി. അപ്പോൾ പിന്നെ അപ്പോഴത്തേക്ക് 1/2 മണിക്കൂർ ഒന്ന് പൂളിൽ ഇറങ്ങിയിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും സ്റ്റേക്കേഷൻ എന്നൊക്കെ പറയുമ്പം ഇപ്പോഴാണ് മനസ്സിലായില്ല, അധികം ദൂരമൊന്നും പോകണ്ട. അടുത്ത് തന്നെ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ട്രാവലിങ്ങിൻ്റെ ഒരു ടയേർഡ്നെസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അപ്പം തന്നെ എത്തിയ പാടെ ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. കുറേ ട്രാവൽ ചെയ്ത് പിന്നെ ഒരു സ്റ്റേക്കേഷന് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം ടയേർഡായിരിക്കും. പിന്നെ അടുത്ത ദിവസം തൊട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും അടുത്താവുന്നത് അത്രയും നല്ലതാണ്. പിന്നെ ഒരു ദിവസം എന്ത് ഫുഡ് ഉണ്ടാക്കണം, ജോലീൻ്റെ കാര്യം, സ്കൂളിൻ്റെ കാര്യം, ഇതൊന്നും ആലോചിക്കാതെ ഒരു റിലാക്സേഷൻ തരുന്നൊരു ദിവസമായിരുന്നു ഇത്. 1 day away from the reality എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഈ സ്റ്റേക്കേഷൻ. ഒരു ഫുൾ ടൈം റിലാക്സേഷൻ, കളി, ചിരി, ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചിരിക്കുക, ഫുഡ് അടിക്കുക, പൂളിൽ റിലാക്സ് ചെയ്യുക, എൻജോയ് ചെയ്യുക, ഒന്നിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക.
അങ്ങനെ നമ്മൾ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.